ലൈവ് വരാൻ കാരണം കഫേ വൈബ് എന്നൊരു ചാനൽ എന്നെക്കുറിച്ചും എൻ്റെ വൈഫിനെ കുറിച്ചും മോശമായ ടൈറ്റിലോട് കൂടിയ ഒരു കണ്ടന്റ് ഇല്ലാത്ത മോശം വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു. അതിന്റെ താഴെ കമന്റ് ചെയ്യുന്ന ഫിറോസ് ഖാനെ പോലുള്ള വളരെ മോശമായിട്ട് കമന്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവരോട് ഞാൻ പറയുകയാണ്, ഞാൻ ഇപ്പോൾ വർക്കിന്റെ കാര്യത്തിൽ കുറച്ച് ബിസി ആയത് കാരണം മാത്രമാണ് കേസ് മാറി നിൽക്കുന്നത്. അതർവൈസ് ഐ എം ഫയലിംഗ് എ കേസ് അഗേൻസ്റ്റ് എവ്രി വൺ ഹൂ ഇൻഡയറക്ട്ലി സൈബർ ബുള്ളിങ്ങിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ഇതിൽ എനിക്കും എൻ്റെ വൈഫിനും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല. വി ആർ ഫയലിംഗ് എ കേസ് അഗേൻസ്റ്റ് ഓൾ ദോസ് പീപ്പിൾ. ഇങ്ങനെ മോശമായിട്ട് വളരെ തരം താഴ്ന്ന രീതിയിൽ കമന്റ് ചെയ്യുന്ന അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. താങ്ക് യു ഫോർ ജോയിനിങ് എല്ലാവരും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മലയാള സീരിയൽ രംഗത്ത് പ്രസിദ്ധമായ 2 താരങ്ങളാണ് ക്രിസ് വേണുഗോപാലും അതുപോലെ തന്നെ ദിവ്യ ശ്രീധറും. ഏഷ്യാനെറ്റ്, പത്തരമാറ്റ് സീരിയലിലൂടെ എല്ലാം വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളികളുടെ മനം കവർന്ന 2 താരങ്ങളാണ് ഇവർ. എന്നാൽ ഇവർ കല്യാണം കഴിഞ്ഞത് മുതൽ ഇന്ന് വരെ സൈബർ ആക്രമണങ്ങളുടെ ഇരകളാണ്. വളരെ മോശമായ രീതിയിലാണ് സോഷ്യൽ മീഡിയയിലെ ചില അക്കൗണ്ടുകളിൽ നിന്ന് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ക്രിസ് വേണുഗോപാലിനെയും അതുപോലെ തന്നെ ദിവ്യ ശ്രീധരനെയും ആക്രമിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട്. അതിൽ വളരെയധികം മനംനൊന്തുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ് വേണുഗോപാൽ അദ്ദേഹം ഒരു ലൈവിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തുകയുണ്ടായി. അദ്ദേഹം പറയുന്നുണ്ട്, തന്റെ കുടുംബത്തിനെതിരെ ഇത്തരം വ്യാപകമായ ആക്രമണം നടത്തി വരുന്ന ഒരു ചാനലിന്റെ പേര് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ആ ചാനലിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് ക്രിസ് ഇപ്പോൾ പറയുന്നത്. തീർച്ചയായിട്ടും അതിന് ഏതായാലും മലയാളികളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് നമ്മൾ മറയ്ക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം ടാർഗറ്റ് ചെയ്തുകൊണ്ട് വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഫാമിലിയുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ക്രിസ് വേണുഗോപാലിനെ മടുത്തു, ദിവ്യ ശ്രീധർ വേറെ കല്യാണത്തിന് പോകുന്നു, മക്കൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ക്രിസിനെ ഒഴിവാക്കി, ക്രിസ് മാനനഷ്ടത്തിന് കേസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിലുള്ള സൈബർ ബുള്ളിങ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നതാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 5-6 മാസം കഴിഞ്ഞിട്ട് പോലും അവരെ വിടാതെ പിന്തുടരുന്ന ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ ചിലതരം സോഷ്യൽ മീഡിയ ചാനലുകളാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ അത്തരം ആളുകൾക്കെതിരെ എല്ലാവർക്കെതിരെയും താൻ കുറച്ച് തിരക്കിലായത് കൊണ്ടാണ് എന്നും തിരിച്ചു വന്നാൽ അത്തരം ആളുകൾക്കെതിരെ സൈബർ പോലീസിൽ പരാതി കൊടുക്കുകയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും, യാതൊരു ദാക്ഷിണ്യവും ഇനി കാണിക്കുകയില്ല എന്ന് ക്രിസ് ലൈവിൽ വന്ന് എല്ലാവരോടും അവസാന വാണി എന്ന നിലക്ക് പറയുകയാണ്. തീർച്ചയായിട്ടും അത്തരം മാധ്യമങ്ങൾക്കെതിരെ, സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ദുഷ്പ്രചരണങ്ങൾക്കെതിരെ തീർച്ചയായിട്ടും നിയമ നടപടികളായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് നമ്മളും അഭിപ്രായപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ ചില കുടുംബങ്ങളെ തകർക്കുന്ന സോഷ്യൽ മീഡിയയിലേക്കുള്ള പങ്ക് തീർച്ചയായിട്ടും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ ആ ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല, ആ ചാനൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. വളരെ വൾഗറായ രീതിയിൽ, ഇതിന്റെ അവസാന ഭാഗത്ത് ഞാൻ ആ ചാനലിന്റെ ചിത്രങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്, അതിന്റെ വൾഗറായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അതുപോലെ തന്നെ ദിവ്യ ശ്രീധരനെയും അദ്ദേഹത്തിന്റെ പ്രായപൂർത്തിയായ മക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ മോശമായ രീതിയിലാണ് അവർ വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് യാതനകളും അതുപോലെ തന്നെ ഒരുപാട് വ്യസനതകളും അനുഭവിച്ച ഒരു വ്യക്തിയാണ് ദിവ്യ ശ്രീധർ. അദ്ദേഹം 2ാമത് കല്യാണത്തിന് ശേഷം അവർ സുഖമായിട്ട് അദ്ദേഹത്തിന്റെ മക്കളും അതുപോലെ തന്നെ ക്രിസ് വേണുഗോപാലും ഒത്ത് വളരെ സന്തോഷകരമായിട്ടാണ് അവരുടെ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്താണെന്നറിയില്ല, എന്നാൽ സോഷ്യൽ മീഡിയയിലുള്ള ചിലതരം ആൾക്കാർക്കും അതുപോലെ തന്നെ ചിലതരം ചാനലുകൾക്കും അതൊന്നും അത്ര സുഖിക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ പടച്ചു വിടുന്നതും അതുപോലെ തന്നെ അതിൻ്റെ വരായികൾ തീർച്ചയായിട്ടും അവർ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും. ക്രിസ് അതുപോലെ തന്നെ ദിവ്യ ശ്രീധർ തീർച്ചയായിട്ടും നിയമ നടപടികളായി മുന്നോട്ട് പോവുകയും അതുപോലെ തന്നെ ഇത്തരം മാധ്യമങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത്തരം ഒരു പ്രവണത ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റാൻ വേണ്ടി സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് എല്ലാവിധ പിന്തുണയും നമ്മളും അർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഇനി ഒരുപാട് പോകാനുണ്ട്. തീർച്ചയായിട്ടും നല്ല ഒരു ഭാവി ക്രിസ്റ്റിനും അതുപോലെ തന്നെ ദിവ്യ ശ്രീധരനും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ സീരിയലിലും സിനിമയിലുമെല്ലാം വെട്ടിത്തിളങ്ങാൻ 2 പേർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.